ഹായ് പ്രിയമുള്ളവരെ, ഞാനിത് ഇവിടെ മറ്റേ കർണാടകയിൽ ബാവേലി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു ശങ്കണ്ണനെ പരിചയപ്പെട്ടു. ശങ്കണ്ണനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാണ്ട്. ശങ്കണ്ണ, ഇവിടെ എങ്ങനെ മൃഗങ്ങളൊക്കെ എങ്ങനെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടോ? മൃഗം ഇവിടെ കുറേ മൃഗമുണ്ട്. ഇവിടെ ആനുണ്ട്, പിന്നെ ഇടക്ക് മറ്റേ പെരുമ്പാമ്പ് വരും, പിന്നെ പുലിയുണ്ട്. പുലി ഇവിടെ ടൈഗർ റിസർവ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഇല്ല, കാട്ടിൽ ഇവിടെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഞാൻ വീണ്ടും അമ്മർത്തൊക്കെ ഉണ്ടാവും പുലി. ഒന്നും ചെയ്യൊന്നുമില്ല. ഇല്ല, ഞങ്ങൾക്ക് പേടിയില്ല. ആദ്യം ചെറുപ്പം മുതലേ കാണണല്ലേ പുലിനെ. പെരുമ്പാമ്പുണ്ട്. പെരുമ്പാമ്പുണ്ട്. പെരുമ്പാമ്പ് ഇപ്പം മുറ്റത്തൊക്കെ നല്ല നീളത്തിലൊക്കെ ഇങ്ങനെ കിടക്കും. ഞാൻ രാത്രി ഇപ്പം മുറ്റത്ത് ഇറങ്ങിയപ്പോൾ എന്തോ ഒരു സാധനം അടുത്ത് തടഞ്ഞിങ്ങനെ വീണ് തടഞ്ഞിട്ട് കാലുകൊണ്ട് തട്ടിപ്പോ നോക്കിയപ്പോൾ പെരുമ്പാമ്പാ. ഞാൻ അന്നേരം ആൾ പോവുകയും ചെയ്ത്. പിന്നെ ഞങ്ങളിവിടെ എന്തൊക്കെ പരിപാടിയൊക്കെ ഉള്ളപ്പോൾ രാത്രി ഫംഗ്ഷൻ ആരൊക്കെ ഒന്നും 100-150 ആളെ പരിപാടിക്ക് ഞങ്ങൾ പെരുമ്പാമ്പ് മുറ്റത്ത് തന്നെ നോക്കുമ്പോൾ മുറ്റത്ത് തന്നെ സാധനം കിട്ടും. ഞങ്ങൾ വെട്ടിയാട്ട് ഞങ്ങൾ 150 ഉള്ള കിട്ടും. ഇവിടെ ആനശല്യം വെച്ചാല് അല്ല, ഞങ്ങള് അടുക്കള ഭാഗത്ത് ആന വന്ന് നിൽക്കും. ഞങ്ങൾക്ക് പിന്നെ പേടില്ലല്ലോ, ഞങ്ങൾക്ക് ആർക്കും. ചെറുപ്പം മുതലേ കാണുന്നോണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പേടില്ല. പിന്നെ കൃഷി നശിപ്പിക്കുക എന്നാല് എന്റെ കൃഷിയിലത്ത് പിന്നെ കാട്ടാന കുറെ വരും. ഒക്കെ ഞാൻ പറഞ്ഞു കേൾക്കണ ആനകളാണ് അധികം. വാഴക്കൃഷി ഉണ്ട്. ചിലപ്പോ വാഴക്കൊലൊക്കെ വെട്ടിയായിട്ട് വീട്ടിൽ കൊണ്ടുവരും ആന കൊണ്ടുതരും. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നല്ല വിളവൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ആനക്ക് ഒരു കൊടുക്കലുണ്ട്. അപ്പൊ അതിന്റെ സ്നേഹമായിരിക്കും വരും. പിന്നെ പുലിയുണ്ട്, കടുവുണ്ട്. അപ്പൊ ഇന്നലെ ഇപ്പം ഇതുണ്ട് അവിടെ. ഇന്നലത്തെ ആ ഫ്രൈ ഇല്ലേ, കടുവ ഇറച്ചിയായിരുന്നു ഫ്രൈ ഉണ്ടാക്കിയത്. ഇല്ല, കടുവാനത് ഞങ്ങളിവിടെ ഇവിടേക്ക് അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ. ഇവിടെ കടുവ ഇറക്കി വരട്ടും. ഒരാഴ്ച ഒക്കെ ഉണ്ടാവും നമുക്ക് തിന്നാൻ. ഉണക്കി വലിയ അറിവാട്ടോ ഞങ്ങളിവിടെ അങ്ങനെയാണ്. പിന്നെ പറഞ്ഞാല് ഞങ്ങളൊരു അധികം മൃഗങ്ങളോടാണ് എൻ്റെ കൂട്ട്. ഞാൻ ആദ്യം അങ്ങനെ തന്നെ കരടിയൊക്കെ വരും ഇടയ്ക്ക്. കൊലായ്മ ചേട്ടൻ വന്നിരിക്കും. കരടി മിനിയാന്നും കൂടി ഇപ്പം ഞാൻ രാവിലെ കൊലായ്മ ചായ അടിക്കുമ്പം ബാക്കിൽ വന്നാട്ട് ഇങ്ങനെ ഞാൻ എന്തോ കടിക്കാച്ച് നോക്കിയപ്പം ബാക്കിൽ നിന്ന് പിന്നെ വന്നാട്ട് ഇങ്ങനെ നഖല്ലാണ്ട് ഇങ്ങനെ മാന്തി അവിടെ പുറത്ത്. പിന്നെ പറഞ്ഞാല് കുട്ടികൾക്കൊന്നും പേടില്ല. ഞാൻ ഇപ്പൊ ഒരു കരടിന്റെ കുട്ടി അപ്പം പിന്നെ മോള് കളിക്കുന്നുണ്ട്, ഒരു കൂട്ടാ. അതുകൊണ്ടൊക്കെ ആവും ചിലപ്പോൾ കരടി ഞങ്ങളൊന്നും ചെയ്യില്ല. കോലായ്മൊക്കെ ചേട്ടൻ വന്നാട്ട് ഇങ്ങനെ ഇരിക്കും കരടി. ആ പ്രശ്നമൊന്നുമില്ല, ഇതുവരെ ഉണ്ടായില്ല കേട്ടോ. ഞങ്ങളും കരടിനോട് അങ്ങനെയാണ് പെരുമാറല്. നിങ്ങൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും കരടിനൊക്കെ അറിയിക്കും, വിളിക്കും. വലിയൊരു അറിവാട്ടോ. ഇവിടെ ചില ആൾക്ക് വരുന്നവർക്കൊക്കെ പേടി. ഞങ്ങൾക്ക്